ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പൊട്ടറ്റോസ് ഇങ്ങനെ റൗണ്ടിൽ ചെറുതായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ വേണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതിനകത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എല്ലാം ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ആക്കിയത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ പൊട്ടറ്റോ എല്ലാം അടുക്കി വെച്ച് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ വിതറിയിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ വശം കൂടെ നന്നായിട്ട് മുരിച്ചെടുക്കാം. പൊട്ടറ്റോ ഫ്രൈ നല്ല ടേസ്റ്റാണ്. എങ്ങനെ ആക്കിയാലും പൊട്ടറ്റോ നല്ല ടേസ്റ്റാണ്. പൊട്ടറ്റോ കൊണ്ടുള്ളൊരു സാധനം ഉണ്ടാക്കുന്നത്, കട്ട്ലറ്റ്, അങ്ങനെയുള്ള എന്ത് വിഭവങ്ങളും പൊട്ടറ്റോ ഉണ്ടാക്കുന്ന അടിപൊളിയാണ്. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ അനിയത്തിക്കും എൻ്റെ കൊച്ചിനും കൊണ്ട് കൊടുത്തിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ട് കൊടുത്തു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ചോറിന് കഴിക്കാനും വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.